ഹലോ ഗൈസ്, എല്ലാവർക്കും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നത്തെ എൻ്റെ ദിവസം രാവിലെ 6 മണിക്കാണ് ഞാൻ എണീറ്റ ഉടനെ ഞാനൊരു കടുക്കാപ്പിയൊക്കെ കുടിക്കും. അതെല്ലാം കഴിഞ്ഞ് കുറച്ച് നേരം ഇവിടെയൊക്കെ ഇങ്ങനെ തട്ടിയും മുട്ടിയൊക്കെ അങ്ങ് ഇരുന്ന് കഴിഞ്ഞിട്ട് ഇന്നത്തെ രാവിലത്തെ കാപ്പി എന്ന് പറയുന്നത് പുട്ടും പഴവും ഒക്കെ ആയിരുന്നു കേട്ടോ. അപ്പം അതൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കാര്യങ്ങൾ തുണി അലക്കായ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഇന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു. പിന്നെ ഉച്ചയായപ്പോഴത്തേന് ചോറ് ഞാൻ സാമ്പാറും ഒരു തോരൻ കറി ഉണ്ടാക്കി, പയർ തോരനും ഉണ്ടാക്കി. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇവിടെ വലിയ കറികളൊന്നും വേണമെന്ന് ആഗ്രഹമൊന്നുമില്ല കേട്ടോ. ഒരു ചാറ് കറി, ഒരു തോരൻ കറി, പിന്നെ തോരൻ കറി തന്നെയാണെങ്കിൽ പോലും ഞങ്ങൾ കഴിക്കും. അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ കറികളൊന്നും വേണമെന്നൊന്നുമില്ല. അപ്പോൾ ഇന്നെന്തായാലും ഞാൻ സാമ്പാർ ഉണ്ടാക്കി, തോരൻ കറി വെച്ചിട്ട് ഉച്ചയ്ക്ക് ചോറ് കഴിച്ചു. ചോറൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം ലൈവ് ഇടാമെന്നൊക്കെ വിചാരിച്ച് ഞാനൊരു 1:30 ലൈവൊക്കെ ഇട്ടപ്പോൾ ലൈവ് എന്ത് ചെയ്താൽ പോകുന്നില്ല. ഇവിടെ റേഞ്ചിന് ഭയങ്കര പ്രശ്നം കേട്ടോ. അതുകൊണ്ട് അങ്ങനെ ലൈവൊന്നും പോയില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്തു, കുറച്ച് നേരം കിടന്നങ്ങ് ഉറങ്ങിയൊക്കെ എണീറ്റ് കഴിഞ്ഞപ്പോഴത്തേന് വൈകിട്ടത്തെ എൻ്റെ അത്താഴം എന്ന് പറയുന്നത് ചപ്പാത്തി കേട്ടോ. ചപ്പാത്തി ചിക്കൻ കറിയും. അപ്പോൾ എന്താ വെച്ചാൽ കുറച്ച് വെയിറ്റൊക്കെ കൂടുകയെന്നൊക്കെ എൻ്റെ വീട്ടിലും നാട്ടിലൊക്കെ ഒരു പറച്ചിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനപ്പോൾ വെയിറ്റൊക്കെ കുറയ്ക്കാൻ വേണ്ടി തീരുമാനിച്ചു. പക്ഷേ വെയിറ്റ് കുറയ്ക്കാമെന്ന് പറയുമ്പോൾ തന്നെ എന്താ വെച്ചാൽ ചിക്കൻ ഒഴിവാക്കുന്ന പ്രശ്നം ഉണ്ടായിട്ടില്ല. അപ്പോൾ എന്തായാലും ഞാൻ ചിക്കനൊക്കെ പരമാവധി ഒഴിവാക്കി. ഇപ്പോൾ തന്നെ ഞാനിപ്പോൾ ഇന്ന് ചിക്കൻ മേടിച്ച് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിയിട്ടോ. പക്ഷേ 50 നോയമ്പാണല്ലോ. പക്ഷേ ഞാൻ നോയമ്പൊന്നും എടുക്കുന്നില്ല. കാരണം എല്ലാവർക്കും മിക്ക ആൾക്കാരും നോയമ്പൊക്കെ എടുക്കും. പക്ഷേ ഞാൻ 50 നോയമ്പൊന്നും എടുക്കില്ല, 8 നോയമ്പൊക്കെ എടുക്കും കേട്ടോ. അല്ലാതെ 50 നോയമ്പ് എടുക്കാറില്ല ഞാൻ. അപ്പോൾ ഞാനിന്ന് ചിക്കനൊക്കെ വാങ്ങിച്ച് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി. ഇന്നത്തെ എൻ്റെ അത്താഴം അതാണ്. പിന്നെ ഞാൻ പറയുന്ന എല്ലാവർക്കും കേൾക്കാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം വെച്ചാൽ എനിക്ക് മൈക്കോ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. യൂട്യൂബ് ചാനലിൽ നിന്ന് വരുമാനം കിട്ടിയിട്ട് വേണം എനിക്കൊരു മൈക്കൊക്കെ മേടിക്കാൻ. അങ്ങനെ കുറച്ച് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് ഒന്നാമത്തെ ആഗ്രഹം, എൻ്റെ ഫസ്റ്റിലത്തെ ആഗ്രഹം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വന്തമായിട്ടൊരു വീട് വേണമെന്നുള്ളതാണ്. അപ്പോൾ വീട് എനിക്കില്ല, ഇത് വാടക വീടാണ്. അപ്പോൾ നമ്മൾ കുറേ വർഷമായി വാടകയ്ക്ക് തന്നെ കിടക്കുകയാണ്. അപ്പോൾ എനിക്ക് സ്വന്തമായിട്ടൊരു വീട് വേണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് യൂട്യൂബ് ചാനൽ ഞാൻ തുടങ്ങിയത് തന്നെ. പക്ഷേ യൂട്യൂബിനെ കുറിച്ച് എനിക്ക് വലിയ കാര്യമായിട്ടൊന്നും അറിയത്തില്ല. പിന്നെ ഞാനിപ്പോൾ ഓരോ വീഡിയോസ് കുറേ ആൾക്കാർ അറിയത്തില്ലാത്തവർക്കൊക്കെ ഇടുന്നുണ്ടല്ലോ. അങ്ങനെ ഞാൻ ഇപ്പം കേട്ട് വരുന്നുണ്ട്. പിന്നെ രണ്ടാമത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ യൂട്യൂബ് ചെയ്യാൻ കുറച്ച് കാര്യങ്ങളൊക്കെ വേണമല്ലോ, ഒരു മൈക്കൊക്കെ വേണമല്ലോ. അപ്പോൾ അങ്ങനത്തെ മൈക്ക് കാര്യങ്ങളൊക്കെ എനിക്ക് വാങ്ങിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ കുറച്ച് ആൾക്കാരുണ്ട്, എനിക്ക് പാവങ്ങൾ കുറച്ച് അതുപോലെയുള്ള ആൾക്കാരെയൊക്കെ സഹായിക്കണമെന്നൊക്കെ എനിക്ക് വലിയ ആഗ്രഹമാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വിശേഷം. അപ്പം ടാറ്റാ.